ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ രണ്ടാമത്തെ വ്ലോഗ് ഇതാ വന്നു കഴിഞ്ഞു. അപ്പം കുറേ പേര് എന്നോട് പറഞ്ഞു UK നൈറ്റ് ലൈഫും കൂടെ അവരെ ഒന്ന് കാണിക്കാവോ എന്ന്. എന്നാൽ പിന്നെ നമുക്ക് UK നൈറ്റ് ലൈഫ് അയക്കാം. UK ഇവിടെ 3 മണിയുമ്പോൾ നൈറ്റ് ആവും. അതാണ് ഇവിടെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. നൈറ്റിൽ ഒരു പ്രശ്നമില്ല, ചുമ്മാ ഇറങ്ങി നടക്കാന്നൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ 6:30 ആകുമ്പോഴല്ലേ എന്താ ഇരുട്ടാവത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരു 3:30 ആകുമ്പോൾ വിൻ്ററിൽ നമുക്ക് നൈറ്റ് ആവും. അതാണ് ഇവിടെ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി ഫോട്ടോ ഇടുന്നതും വീഡിയോ ഇടുന്നതും നൈറ്റ് ലൈഫ് അടിപൊളിയാണെന്ന് പറയുന്നത്. നിങ്ങൾ കേൾക്കുമ്പോഴേക്കും ഇവിടെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. ഇവിടെ 3 മണിയാകുമ്പോൾ ഇരുട്ടാവും ഗൈസ്, അതാണ് പ്രശ്നം. 3:30 ഓക്കെ. നമുക്കിന്ന് നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം. ഓക്കെ, അതുപോലെ നമ്മൾ 2-3 സാധനം കൂടെ മേടിക്കാൻ വേണ്ടി പോവാം. അപ്പം സാധനമൊക്കെ ഒന്ന് മേടിച്ച് ഒന്ന് സെറ്റായിട്ട് നമുക്ക് വരാം. കണ്ടോ ഗൈസ്, രാത്രിയിലൊന്നും ഇവിടെ ഒരു മനുഷ്യനില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം നമ്മൾ നടന്നു പോകുന്ന വഴിയാണിത്. അപ്പോൾ ഒരാളെ കണ്ടു ഗൈസ്. ഇതൊരു പാർക്കൊക്കെ പോലെയാണ്. അപ്പോൾ ഇത് സമ്മറിലാണ് ഇവിടെ അടിപൊളി, മരമൊക്കെ പൂത്ത് സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് സമ്മറിൽ നമ്മുടെ ബ്ലോഗിനകത്ത് നമുക്ക് UK കാണാം. അപ്പോൾ എല്ലാവരും തന്നെ പറയുന്നത് സമ്മറിലാണ് UK ഏറ്റവും അടിപൊളി എന്നാണ്. മരമൊക്കെ ഇങ്ങനെ പൂത്ത് സൂപ്പറായിട്ട് നിൽക്കും. നമ്മൾ പോയി വാക്കിംഗ് ആണ് പോകുന്നത്. നോക്കൂ ഗൈസ്, BMW നല്ല ലക്ഷറി കാർ മാത്രമേ ഉള്ളൂ ഇവിടെ. മിനി കൂപ്പർ. ആക്ച്വലി മിനി കൂപ്പറൊക്കെ ഇവിടെ വളരെ ചീപ്പാട്ടോ. കൂപ്പറൊക്കെ നമുക്ക് ഒരു 1000 പൗണ്ട്സിനൊക്കെ സെക്കൻഡ് വണ്ടിയൊക്കെ കിട്ടും ഇവിടെ സുഖമായിട്ട്. അതിൻ്റെ ഇൻഷുറൻസ് ആണ് ഇവിടെ ഏറ്റവും പാട്. ഒന്നെങ്കിൽ മന്ത്ലി പേയ്മെൻറ്റ്, അല്ലെങ്കിൽ വണ്ടീനേക്കാളും ഉണ്ട് നമുക്ക് ഇൻഷുറൻസ് ഇവിടെ വരും. പക്ഷെ വണ്ടിയൊക്കെ സെറ്റാക്കാൻ പറ്റും. അതാണ് ഗൈസ് ട്രെയിൻ. നമ്മുടെ ട്രെയിൻ ഇതാ പോകുന്നു. ഗൈസ് ഇതെല്ലാം പകൽ പോലെ നല്ല ചില സ്ഥലത്ത് നല്ല സൂപ്പർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല സംഭവം ഇങ്ങനെ നടന്നങ്ങനെ. നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞുള്ള വാക്കാണ് പോകുന്നത്. ഇവിടുന്ന് എനിക്ക് ഹസ്ത അല്ലെങ്കിൽ അൽദിയൊക്കെയാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് സാധനങ്ങൾ ഇവിടെ കിട്ടുന്നത്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ പാർക്ക്. എല്ലായിടങ്ങളിലും ഇവിടെ പിന്നെ ഒരു പട്ടി കാണും. പട്ടി ഈസ് മെയിൻ ഇവിടെ. അടിപൊളി പട്ടികളൊക്കെ ആയിട്ട് നൈസായിട്ട് പോകുന്ന ഒരു ഏരിയയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ സമ്മറിൽ പാർക്ക് സൂപ്പറായിരിക്കും. കാരണം ഫുൾ മരങ്ങളും ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. രാത്രിയാണ് എത്രത്തോളം കാണാമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നൈറ്റ് ലൈഫ് ആണല്ലോ ഇവിടെ നമ്മുടെ വ്ലോഗ് വേണ്ടത്. നമുക്ക് നൈറ്റ് തന്നെ ഷൂട്ട് ചെയ്തൊക്കെ പാർക്കിലൊന്നും ആരില്ല ഗൈസ്. ഇതാണ് UK നൈറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഇന്നർ ലണ്ടനിലേക്ക്, ഞാൻ ഇന്നറിലാണ് നിൽക്കുന്നത്, ഹെഡൻ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. അപ്പം നമ്മൾ ഒരു ലണ്ടൻ ഐഡൊക്കെ അവിടെ ചെന്നാൽ സൂപ്പറായിരിക്കും. ഒരു ദിവസം നമ്മൾ അവിടെയും കവർ ചെയ്തിരിക്കും. അങ്ങനെ 30 മിനിറ്റ്സിൻ്റെ വാക്കിനൊടുവിൽ നമ്മൾ അത്യാവശ്യം മെയിൻ റോഡിലേക്ക് കയറി. ഇവിടെ അത്യാവശ്യം വണ്ടിത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹസ്തയിൽ പോകാം. ആദ്യമേ നോക്കൂ ഗൈസ്, ഇതാണ് വോളണ്ടൈലിൻ്റെ ഒരു സൈഡാണ്. അത്യാവശ്യം വലിയ ബിഗ് സിറ്റിയാണ്. നോക്കൂ, അതാണ് നമ്മുടെ ഹസ്തയിൽ നമുക്ക് പോകാനുണ്ട്. എനിക്ക് അടിപൊളി വലിയ ബിൽഡിങ്. ഇതിൻ്റെയൊക്കെ മണ്ടയിൽ റൂം എടുത്തിട്ട് അങ്ങനെ ഇരിക്കണം. വാവ്. നമ്മൾ ആദ്യം ഹസ്തയിലേക്കാണ് കേട്ടോ. കണ്ടോ, ലണ്ടൻ്റെ സ്വന്തം നമ്മുടെ ചുമല ബസ് നിർത്തിയിട്ടേക്കുന്ന ഡബിൾ ഡെക്കർ. പുറത്തുനിന്നാണ് നല്ല സർവീസ്. ഇല്ലാത്ത ഒരു മനുഷ്യൻ വണ്ടി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഹസ്ത ഈ സൈഡിൽ ഞാൻ മുമ്പ് പറഞ്ഞ അൽദിയൊക്കെയാണ് അവിടെ. ആ സൈഡിലാണ് അൽദി നിൽക്കുന്നത്. നമ്മൾ ആദ്യം ഹസ്തയിൽ പോയിട്ട് നമുക്ക് അൽദി പോകാം. ഇതാണ് നമ്മുടെ ഹസ്ത. എനിക്ക് പേടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും വണ്ടിയും കാണാം. നൈസ്. ഇതാണ് നമ്മുടെ ഹസ്തയിലെ ഓരോ സെക്ഷൻസാണ് പോകുന്നത്. ഇത് നമ്മുടെ ക്യാബേജ്, തക്കാളി, നമ്മുടെ ഫ്രൂട്ട് സെക്ഷനും നമ്മുടെ വെജിറ്റബിൾ സെക്ഷനും ആയത്. നമുക്ക് പോകേണ്ടത് ചിക്കൻ്റെ സെക്ഷനിലേക്കാണ്. അത് ചിക്കൻ്റെ സെക്ഷനിൽ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ക്യാരിൻ്റെ ഒരു സാധനം എടുക്കണം. നമ്മളൊരു ബാഗൊക്കെ എടുത്ത് നമ്മളൊരു ഗ്ലൗസ് അതിൻ്റെ അകത്ത് ആദ്യം ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ സെക്ഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെസ്റ്റ് പീസ് ആയിരിക്കും ഒന്നെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അല്ലാത്തത്. ഇപ്പം 650 ഗ്രാമിലുള്ളൂ. അതിന് നമുക്ക്
2.19 പൗണ്ട്സ് ആവും. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ റുപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 250 രൂപ സംതിങ് വരും ഒരു 1/2 കിലോ ചിക്കൻ. ഇവിടെ നമ്മളെടുക്കാൻ പോകുന്നത് ഇത് 2 കിലോയുടെ 12 ഫെബ്രുവരി ഉള്ളത്. പിന്നെ 4.32 ആവും. 4 പൗണ്ടും 32 പെൻസും ആവും. അപ്പോൾ നമുക്ക് ഇത് തന്നെ എടുത്തേക്കാം. കഴിക്കുമ്പോൾ ഇച്ചിരി ഗ്രാൻഡായിട്ടങ്ങ് ഫുഡ് കഴിച്ചേക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ മീറ്റിൻ്റെയും പിന്നെ ചിക്കൻ്റെ എല്ലാ സെക്ഷൻ. നമ്മൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഗൈസ്. ഇവിടെ ബീഫൊക്കെ ഉണ്ട് ഗൈസ്. അസ്റ്റയുടെ പോർക്കിൻ്റെ വില ഉണ്ട് 6 പൗണ്ട്. അപ്പോൾ ഇതാണ് പാലിൻ്റെ സെക്ഷൻ. പല പല ഗ്രേഡുള്ള പാൽസ്. നമുക്ക് 1.45ൻ്റെ 1.5 ലിറ്ററിൻ്റെ ഇതങ്ങ് സെലക്ട് ചെയ്തേക്കാം ഗൈസ്. ഇതാണ് ആസ്തയിലെ വേൾഡ് ഫുഡ്സിൻ്റെ സെക്ഷൻ. ഇവിടെ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ അരിയും എല്ലാ സാധനവും കിട്ടും. ആസ്തയിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ, പരിപ്പ് തൊട്ട് എല്ലാം നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മളിതുവരെ ഒരു പാലും ഒരു ചിക്കനും മേടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി ഫുഡ്സ് ആഡ് ചെയ്തേക്കാം. നമുക്ക് ആപ്പിൾ മേടിക്കാം. ഇതാകുമ്പം 98 പെൻസേ ഉള്ളൂ. നാട്ടിലെ ഒരു 98 രൂപ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഇതാണ് എൻ്റെ ലേസ് സെക്ഷൻ, മൈ ഫേവറേറ്റ്. നമുക്ക് ഒരു ലേസ് എന്തെങ്കിലും എടുത്തേക്കാം. ഇങ്ങനെ ഈ ഒരു വലിയ ഒരെണ്ണം അങ്ങോട്ട് മേടിച്ചാലോ ഗൈസ്. 2.75. ഇപ്പോൾ ഗൈസ് നമുക്ക് വേണ്ട അടുത്തൊരു സാധനം വന്നു. ഇതാണ് 15 മുട്ടയ്ക്കൂടെ 2.15 p ആണ്. 30 മുട്ടയ്ക്ക് 4.50 p. ഇതാണെങ്കിൽ ഒരു 220 രൂപ ഒക്കെ ലെവല് നമുക്ക് സാധനം. 220 15 മുട്ടയ്ക്ക്. അപ്പം നമുക്ക് ഇതൊരെണ്ണം മേടിച്ചേക്കാം. അപ്പം നമുക്ക് ടീ പൗഡർ മേടിച്ചേക്കാം. കുറച്ച് പേരെങ്കിലും കണ്ടായിരുന്നു നമ്മൾ ഡേ ഇൻ മൈ ലൈഫിനകത്ത് ഞാൻ ചായ എടുക്കാൻ കണ്ട് കാപ്പി എണ്ണ എടുത്ത്. പക്ഷേ എൻ്റെ ചായപ്പൊടി തീർന്നതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കാപ്പി എടുത്ത്. അപ്പോൾ നമുക്കൊരു ചായപ്പൊടി ഈ പ്രാവശ്യം എടുത്തേക്കാം. നമുക്ക് നൈസായിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി പോയതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടെ സ്റ്റാർട്ട് അടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ സാധനം ഇങ്ങനെ എടുക്കുന്നു. പിന്നെ QR ഇതിവിടെ കാണിക്കുന്നു. അപ്പോൾ അവിടെ അത് ഇടും. അടുത്ത സാധനം എടുക്കുക, അതിൻ്റെ QR കാണിക്കുക. അടുത്ത നമ്മുടെ പാൽ ബാഗിൽ നിന്ന് എടുക്കുക, അതിൻ്റെ QR കാണിക്കുക. കറക്റ്റ് നമ്മൾ 1000 രൂപയുടെ 1100 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പേ ചെയ്യാം. അപ്പോൾ നമ്മുടെ പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സാധനം എടുക്കുന്നുണ്ട്. നമ്മൾ കൂടിനകത്തേക്ക് എടുത്തിട്ടിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ സാധനമൊക്കെ നമ്മൾ ബാഗിലാക്കി നമ്മൾ തിരിച്ചു പോവാണ്. ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ എങ്ങനെ കഴിഞ്ഞു. നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ അൽദിയും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ സാധനം ഇവിടെ നിന്ന് മേടിച്ചത് കൊണ്ട് ഇനി അൽദി കയറേണ്ട കാര്യമില്ല നമുക്ക്. ഇതാ നമ്മുടെ പോലീസ് മാമന്മാരവിടെ കിടപ്പുണ്ട്. മിന്നി കളിക്കുന്നേ ആരെയോ പുള്ളോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ അൽദി അവിടെയാണ്. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ 9:30 നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്കിനി തിരിച്ച് 3 മണിക്കൂർ തിരിച്ച് നടന്നു കഴിയുമ്പോൾ നമ്മളിവിടെ വീട്ടിൽ ചെല്ലും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫ്. എല്ലാവരും പറഞ്ഞ നൈറ്റ് ലൈഫ് ഗൈസ്. അപ്പോൾ ഓക്കെ, ഇനി പുതിയ വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നൈറ്റ് ലൈഫ് മിനി വ്ളോഗ്. നമ്മളിനി അടുത്ത വ്ളോഗ് വരെ കാണുന്നത് വരെ ബൈ ബൈ.